എൻ്റെ പേര് ജെയ്സൺ ചെറിയാൻ. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ പൂഴിക്കുന്ന് ഇടവകയിൽ നിന്ന് വരുന്നു. എനിക്ക് അൾസറേറ്റീവ് കൊളൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു അസുഖം ഉണ്ടായിരുന്നു. അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. അത് ഒരിക്കൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അത് ലൈഫ് ലോങ് ആയിട്ട് മരുന്ന് കഴിക്കണം. അത് ഇങ്ങനെ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അതിന് പൂർണ്ണമായിട്ട് ആ അസുഖം മാറത്തില്ല. അത് ഞാൻ ഒരുപാട് ആശുപത്രികളിൽ പോയി, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ പോയി, PRS അങ്ങനെ ഒരുപാടുള്ള ഹോസ്പിറ്റലിൽ പോയി, എല്ലായിടത്തു നിന്നും അതിൻ്റെ കൊളോണോസ്കോപ്പി അങ്ങനെയുള്ള ഇതൊക്കെ എടുത്തു. ഈ അസുഖം ഇത് കണ്ടുപിടിച്ചു. പക്ഷേ അതിന് വർഷങ്ങളോളം മരുന്ന് കഴിച്ചുകൊണ്ടിരുന്നു. പക്ഷേ മരുന്ന് കഴിച്ചു കഴിഞ്ഞാലും അത് സ്റ്റിറോയിഡൊക്കെ ചേർന്ന മരുന്നാണ്. ഈ അസുഖത്തിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസാണ്. നമ്മുടെ ശരീരത്തിൽ കുറേ ബാക്ടീരിയകളുണ്ട്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും ഒരു ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരം അത് സ്വീകരിക്കും. മോശമാണെങ്കിൽ ശരീരം റിജക്റ്റ് ചെയ്യും. അപ്പോൾ എൻ്റെ ശരീരത്തിലുള്ള ഇമ്മ്യൂണിറ്റി, ആ ബാക്ടീരിയാസിന് അറിയില്ല ഏതാണ് നല്ലത് ഏതാണ് മോശമെന്ന്. അപ്പോൾ ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തന്നെ അത് ശരീരം റിജക്റ്റ് ചെയ്യാൻ തുടങ്ങും. എനിക്ക് ഉടനെ ഞാൻ ബാത്റൂമിലേക്ക് പോകേണ്ടി വരും. എനിക്ക് ബ്ലീഡിങ്, അങ്ങനെയുള്ള ഒരു ദിവസം 10-20 തവണയൊക്കെ ബാത്റൂമുകളിൽ പോകും. ബ്ലീഡിങ് അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. അപ്പോൾ ഡോക്ടറെ അടുത്ത് പോകും, ഈ മരുന്ന് കഴിക്കും, കുറേ കാലത്തേന് കുറയും. സ്റ്റിറോയിഡ് കലർന്ന മരുന്നാണ്. അത് എപ്പോഴേലും 1-2 ദിവസം നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ഇതേപോലെ വീണ്ടും വരും. വീണ്ടും ഒന്നേന്ന് ഇതേ മരുന്നുകൾ തുടങ്ങണം. രണ്ടാമത്തെ പ്രാവശ്യം ചെല്ലുമ്പോൾ അതിലും ഡോസ് കൂടിയ മരുന്നുകളാണ് തരുന്നത്. അങ്ങനെ കുറേ കാലം അത് കഴിച്ചുകൊണ്ടിരുന്നു. അതിനുശേഷമാണ് ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി എടുത്തതിന് ശേഷം ഒരു ഫസ്റ്റ് ടൈം വന്നതിന് ശേഷം തന്നെ ഒരു പകുതി ആ കോളനിലുള്ള ഭാഗം പകുതി മാറി എന്ന് പറഞ്ഞ് ഡോക്ടർ ഞാൻ കൊളോണോസ്കോപ്പി ചെയ്തപ്പം പറഞ്ഞു. അതിനുശേഷം പിന്നെ ഇപ്പോൾ ഒരു 6-7 മാസമായി, ഒരു വർഷത്തോളമായിട്ട് ഒരു പ്രശ്നവുമില്ല. ഞാൻ ഏത് ഭക്ഷണവും കഴിക്കുന്നുണ്ട്. എന്ത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലും എനിക്കൊരു പ്രശ്നവുമില്ല. അങ്ങനെ ഒരു അസുഖം എനിക്കുണ്ടായിരുന്നത് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും എനിക്കില്ല. നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചായിരുന്നു? നേർച്ച വസ്തുക്കൾ എന്തൊക്കെ ഉപയോഗിച്ചു? നേർച്ച വസ്തുക്കൾ ഉടമ്പടി, ഉപ്പ് ഭക്ഷണത്തിൽ കലർത്തി കഴിക്കുമായിരുന്നു, തേൻ കഴിക്കുമായിരുന്നു, ഉടമ്പടി തൈലം യൂസ് ചെയ്യുമായിരുന്നു.